മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ആന്റണി കണ്ടിരിക്കൽ, ഈ കർഷക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വാചകം, കർഷകരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിൽ പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലൂടെയുമുള്ള വാർത്താ പ്രചാരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കാവുന്നതാണ് എന്ന്. എന്താണ് അതുകൊണ്ട് ജില്ലാ കളക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അത് കർഷക ആത്മഹത്യകൾ നടക്കുന്നു എന്നുള്ള കാര്യം പുറത്തേക്ക് പറയേണ്ട എന്നാണോ, അതോ വിളകൾക്ക് വില കുറയുന്നു എന്നുള്ള വാർത്ത കൊടുക്കരുത്? എന്താണ് ജില്ലാ കളക്ടർ ഈ ഇങ്ങനെ ഒരു വാചകത്തിലൂടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പരിഹാര മാർഗങ്ങളാണ്. കളക്ടർ എന്ത് വാചകം കൊടുത്താലും, അതെ, കളക്ടർ എന്ത് വാചകം കൊടുത്താലും ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ, ബിജോമണി ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യം, ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കർഷകർക്ക് ഗുണകരമായിട്ടല്ല പോകുന്നതെന്നാണ്. ഇപ്പോൾ സഹോദരി ഇവിടെ സൂചിപ്പിച്ചു, ആശ 20,000 രൂപയുമായി ബാങ്കിൽ ചെന്നിട്ട് അത് അടയ്ക്കാൻ പോലും അനുവദിക്കാതെ ആ മാനേജർ തിരിച്ചുവിട്ട് 1,00,000 രൂപയായിട്ട് വരണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവം. ഇവിടെ എങ്ങനെ കർഷകൻ അവനെടുത്ത ലോണ് കാർഷിക വരുമാനത്തിൽ നിന്ന് തിരിച്ചടയ്ക്കുമെന്ന് ആരെങ്കിലും പറയണ്ടേ? ഇപ്പോൾ കൃഷിക്കാരനെ ഏത് പരുവത്തിലേക്ക് മാറ്റി കേരളത്തിൽ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളിപ്പോൾ ജീവിക്കുന്നത് സ്ഥിര വരുമാനം, മാസവരുമാനമുള്ള ഒരു തലത്തിൽ തന്നെ കർഷകന് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ മാസവും കൃത്യമായി കറണ്ട് ചാർജ് അടയ്ക്കണം, വാട്ടർ ചാർജ് അടയ്ക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ ഫീസ് കൃത്യമായി കൊടുക്കണം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇവൻ എങ്ങനെയാണ് മാസവരുമാനം വരിക? അത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള ചർച്ചകളും ചിന്തകളും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു വരുമാന പരിധിയിലേക്ക് ഈ കർഷകൻ എന്ന് പറയുന്ന വിഭാഗത്തെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സമീപനം വരണം. ഇവിടെ എനിക്ക് ബഹുമാനപ്പെട്ട KN ബാലഗോപാലിനോട് പറയാനുള്ളൊരു കാര്യം, ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിട്ട് 5,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു നമ്മൾ. ഈ 5,000 കോടി രൂപയുടെ പാക്കേജ് തീർച്ചയായിട്ടും ജില്ലയിൽ മുഖ്യമായിട്ടുള്ള കാർഷിക വിളകളായതുകൊണ്ട് അതിൻ്റെ പുനഃക്രമീകരണത്തിനും അതോടൊപ്പം തന്നെ വരുമാന വർധനവിനും വേണ്ടി ആയിരിക്കണമെന്നാണ് നമ്മൾ ധരിക്കുക. കാരണം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തില്ല. ഈ വിശദാംശങ്ങളെങ്കിലും ഒന്ന് പുറത്തു കൊടുത്തുകൂടെ? ഇവിടെ കാർഷിക മേഖലയിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ കൃത്യമായി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പല ഏജൻസികൾ പല കണക്കുകൾ കൊടുത്തു. അത് എന്തുമായിക്കോട്ടെ, പക്ഷേ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ കൃഷിക്കാരനെ സംബന്ധിച്ച് അവനറിയാം എൻ്റെ ഭാവി ജീവിതത്തിൽ ഇനി കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തലത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് അവനറിയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും 5,000 കോടിയുടെ പാക്കേജ് വളരെ സയൻറ്റിഫിക്കായി അത് ശാസ്ത്രീയമായി വിനിയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ സ്ഥിര വരുമാനത്തിന് ഉതകുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം വെക്കാൻ കഴിയുമോ ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ 5,000 കോടിയുടെ പാക്കേജ് ഇടുക്കിയിലേക്ക് അനുവദിക്കുമ്പോൾ ഇവിടെ ഇന്ന് ഈ അദാലത്തുകളിൽ പോയി നിൽക്കുന്ന ജപ്തി നടപടികൾ നേരിടുന്ന കർഷകർ ലിസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. ഓരോ ബാങ്കിലോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറയും, ഞങ്ങളുടെ ബാങ്കിൻ്റെ പരിധിയിൽ ഇത്ര കർഷകർ, ഇത്ര വ്യക്തികൾ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്നു, അവർക്ക് പണമടയ്ക്കാൻ മാർഗമില്ല. അവരുടെ പുനഃക്രമീകരണത്തിന് അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് 5,000 കോടിയിൽ എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്? അതൊന്ന് പറയണ്ടേ? അതല്ലാതെ വെറുതെ ഓപ്പണായി കുറേ പണം കട എഴുതിത്തള്ളുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്രായോഗികത നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് ഇല്ലേ? ഇന്ത്യയിൽ എത്രയോ തവണ കട എഴുതിത്തള്ളി. ഇവിടെ തന്നെ പറഞ്ഞു, നമ്മൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഴുതിത്തള്ളിയ കാര്യം പറഞ്ഞു. അവിടെ മറ്റാളുകൾ അത് ദുരുപയോഗിക്കുകയാണ്. ഇവിടെ തന്നെ നോക്കൂ, കാർഷിക വായ്പ എടുത്തിട്ടുള്ള സ്വർണ്ണ പണയത്തിന്മേൽ കാർഷിക വായ്പ എടുത്തിട്ടുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. സ്വർണം ഇഷ്ടം പോലെ കയ്യിലുള്ള ആളുകൾ കാർഷിക വായ്പ എന്നുള്ള പേരിൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് 4% പലിശയ്ക്ക് പണമെടുത്തിട്ട് 9% നിക്ഷേപിക്കുന്ന ചിത്രം ഇവിടെ ഉള്ളത്. ബാങ്കുകൾക്ക് കൃത്യമായ കോട്ട നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. ആ കോട്ട പൂർത്തീകരിക്കാൻ വേണ്ടി ബാങ്ക് മാനേജർമാർ ചെയ്യുന്നത് എന്താണ്? പണം സുരക്ഷിതമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് കാർഷിക വായ്പ കൊടുത്തുകൊണ്ട് ആ ഒരു അക്കൗണ്ട് കറക്റ്റ് ചെയ്യുകയാണ്. ഇത് എത്രയോ തെറ്റായ ഒരു രീതിയാണ്. എന്നിട്ടോ നിശ്ചിതമായ വരുമാനമില്ലാത്ത, ജീവിക്കാൻ മാർഗമില്ലാത്ത, അതിനുവേണ്ടി രാവും പകലുമില്ലാതെ പണിയെടുക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും അവരെ മാനസികമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ടായി ആത്മഹത്യ നടക്കുന്നത്. മുന്നോട്ട് എന്താ എന്നുള്ള ചോദ്യം വരില്ലേ കർഷകന് മുന്നിൽ? ചോദ്യം വരില്ലേ? ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലെങ്കിലും ഈ 9 കർഷകരും കർഷകരല്ല എന്ന രീതിയിൽ ജില്ലാ കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പരിഗണിക്കരുത് എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ താങ്കൾക്കാകുമോ? മറ്റൊന്ന്, കടം എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ സമീപനമാണ് അറിയേണ്ടത്. കടം എഴുതിത്തള്ളൽ പ്രായോഗികമല്ല, കർഷക കടം എഴുതിത്തള്ളൽ പ്രായോഗികമല്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അതേ നിലപാടാണോ സംസ്ഥാന സർക്കാരിനും എന്നറിയേണ്ടതുണ്ട്. സ്മൃതിയോ, ഇതിനകത്ത് ഒരു കാര്യം, ഈ ഇവിടെ കളക്ടറുടെ റിപ്പോർട്ട് എന്താണെന്നൊക്കെ അവിടെ പരിശോധിച്ചോട്ടെ. പക്ഷേ കളക്ടറുടെ റിപ്പോർട്ട് എന്ത് വന്നാലും പ്രായോഗികമായ കാര്യങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു സർക്കാരാണെന്നുള്ളതുകൊണ്ട് സർക്കാർ കൃത്യമായി ഇതിനകത്ത് തീരുമാനമെടുക്കുന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, കർഷകരുടെ കടമെഴുതിത്തള്ളുന്ന പ്രശ്നമാണ്. കടമെഴുതിത്തള്ളുന്നതിനകത്ത്
നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വലിയ തോതിൽ എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ബാങ്കുകളുടെ കാര്യമൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഒരു വശത്ത് 10 ലക്ഷം കോടി രൂപ പിന്നെ ഇപ്പോൾ ബാഡ്ജറ്റായിട്ടുള്ള കിട്ടാക്കടമായി വന്നിട്ടുള്ള സ്ഥലത്ത് 2 ലക്ഷവും 3 ലക്ഷം കോടി എഴുതി തള്ളിയത് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് കാരണം കുറച്ച് ആളുകൾക്കാണ്. അതിനകത്ത് അനിൽ അംബാനി മാത്രം കൊടുക്കാനുള്ള 70,000 കോടിയാണ്. അത്തരം കമ്പനികളൊക്കെ വലിയ തോതിൽ കൊടുക്കാനുണ്ട് തുക. വിജയമല്യയും അതുപോലെ മറ്റു പല ആളുകളും കൊടുക്കാനുണ്ട്. പക്ഷേ ആ പണം കൊടുക്കുന്നതിനെ പിടിച്ചെടുക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കാത്തവർ ബാങ്കിലെ കടം എഴുതി തള്ളരുതെന്നൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പക്ഷേ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും ആവശ്യമായ ഫിനാൻഷ്യൽ റിസോഴ്സസ് കൊടുക്കാതിരിക്കാനുള്ള തീരുമാനം അവരെടുക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്റിന് ഇപ്പോൾ ന്യായമായി കിട്ടേണ്ട എടുക്കാൻ കഴിയുന്ന ലോൺ പോലും എടുക്കാൻ സമ്മതിക്കാതെ കടക്കണിയിൽ കുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിട്ടേണ്ട ടാക്സുകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ GST കൂടി വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ടാക്സ് വഴി കിട്ടേണ്ട പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി കിട്ടേണ്ട പൈസ ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരേ ത്രാസിലിട്ട് വിലയിരുത്തുന്നത് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നടപടി എടുക്കാൻ സാധിക്കുമോ അതോ കൈകൾ കെട്ടിയിട്ട നിലയിലാണ്, നിസ്സഹായരാണ് സംസ്ഥാന സർക്കാർ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണോ താങ്കളുടെ മറുപടി? അതാണ് അറിയേണ്ടത്. നടപടി എടുക്കുന്നുണ്ട് അല്ലല്ല, സംസ്ഥാന സർക്കാരിന് നടപടി എടുക്കാൻ കഴിയും. പറ്റുന്ന നടപടിയെല്ലാം സംസ്ഥാന സർക്കാർ എടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലുള്ളതിനേക്കാളും എത്രയും വ്യത്യസ്തമായ സ്ഥിതിയുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ഞാനതാ പറഞ്ഞത്, ഇപ്പോഴും നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 17 രൂപ നെല്ലിനുള്ളപ്പോൾ 24-ലധികമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. റബ്ബറിന് ഈ പറഞ്ഞ 500 കോടി രൂപ ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ട് ഒരു താങ്ങുവില സബ്സിഡി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓരോ മേഖലയിലും പ്രളയത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ 5000 കോടിയുടെ ഇടുക്കി പാക്കേജ്, ആ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് തീർച്ചയായിട്ടും പറയുകയും ഈ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ വന്നതിനകത്ത് ഒന്നാമത് എനിക്ക് മുഴുവൻ കർഷകരോടും പറയാനുള്ളത്, ഞാൻ കർഷക സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. മുഴുവൻ കർഷകരും ഇവിടെ ഇരിക്കുന്ന ആശയുൾപ്പെടെയുള്ള ആ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരൻ്റെ ഭാര്യ, ആ ദുര്യോഗം അവർ നേരിട്ടതാണ്. മുഴുവൻ കൃഷിക്കാരും ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ഭീഷണിക്ക് കീഴടങ്ങാതെ ആത്മഹത്യയല്ല പരിഹാരം, ഇതിനോട് ശക്തമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഈ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള തരത്തിൽ നിൽക്കണം. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നും വേണ്ട. കോൺഗ്രസ് ആണ് അല്ലെ വേറൊരാളാണ്, ഇടതുപക്ഷമാണ്, CPM എന്ന നിലയിൽ വളരെ തരംതാണ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പോകേണ്ട. ഒരു ബാങ്കും ഒരു കർഷകനെ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി കൊടുത്തില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നിർത്താൻ വേണ്ടി കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധൈര്യമായിരിക്കും എന്ന് താങ്കൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ജില്ലാ കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങൾ കർഷകരെയല്ല എന്നാണ്, ഈ മരിച്ചുപോയ ആൾ കർഷകരെയല്ല എന്നാണ്. അത് എന്ത് തരം ഉറപ്പാണ് നൽകുക എന്നുള്ള കാര്യം സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. ശ്രീ KN ബാലഗോപാൽ, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. നമുക്കിനി ചർച്ചയ്ക്ക് 3.5 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആശ, KN ബാലഗോപാൽ വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പറയാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും വ്യക്തിപരമായ ചില കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുമുണ്ട്. ഈ സർക്കാരിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടത്, സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആശയ്ക്ക് ബാലഗോപാലിനോട് പറയാം. ഞങ്ങളുടെ ബാധ്യതകളെല്ലാം എഴുതി തള്ളണം, അത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു മാർഗം കാണിച്ചു തരണം. 6 മാസത്തെ ഇടവേള കൊണ്ട് കാര്യമില്ല അല്ലേ തീർക്കാനായിട്ട്? ഇല്ല. ആശ, ഈ 6 മാസത്തെ സാവകാശം അതുകൊണ്ട് കാര്യമില്ല എന്നാണോ? ഇല്ല, ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല. ഒരു ജോലി പോലും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ അടച്ചു തീർക്കും? ഒരു വരുമാനവും ഇല്ല ഞങ്ങൾക്ക്. ശ്രീ ബാലഗോപാൽ, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. താങ്കളിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം പ്രതീക്ഷിക്കുന്നു ശ്രീ ബാലഗോപാൽ. തീർച്ചയായിട്ടും വളരെ ശക്തമായി ഈ കർഷകരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് ശ്രദ്ധപ്പെടുത്തും. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ കാര്യം ശ്രദ്ധപ്പെടുത്തും. ബിജോ, ഈ സർക്കാരിന്റെ കാര്യത്തിൽ നിന്ന് ഉറപ്പ് നൽകാൻ അദ്ദേഹത്തിനാവുന്നില്ല, അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറയുന്നു. ബിജോ, ഈ ഹർത്താലും നിങ്ങളുടെ നിരാഹാരം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ കാര്യമുണ്ടായ സമരമാർഗമുണ്ടായിരുന്നു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. എന്നിട്ടും കർഷക ആത്മഹത്യകൾ തുടരാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ലോങ് മാർച്ചിന് തയ്യാറുണ്ടോ? തീർച്ചയായും യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടം എന്ന നിലയിലാണ് നിരാഹാര സമരം വരുന്നത്. കർഷകരുടെ കാര്യത്തിൽ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും.
ഇവിടെ കർഷക ആത്മഹത്യകൾ തടയാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഭരണകക്ഷിയുടെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ കെ എൻ ബാലഗോപാൽ പറയണ്ടേ? അദ്ദേഹം പറയുന്ന കാര്യം എന്താ? ബാങ്കുകൾ നോട്ടീസ് അയച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെയൊന്നും ബാങ്കുകൾ നോട്ടീസ് അയക്കത്തില്ല. ഇനി ഏതെങ്കിലും കർഷകന്റെ നേരെ ബാങ്കുകൾ നോട്ടീസ് അയച്ചാൽ അത്തരം ബാങ്കുകൾ ജില്ലയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ കടബാധയിൽ നിന്ന് കൃഷിക്കാരെ എങ്ങനെ ഒഴിവാക്കാം, ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കേണ്ടത്. അതല്ലാതെ ഇവിടെ വന്ന് നോട്ടീസ് അയക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുതരം കർഷക വഞ്ചനയാണെന്ന് പറയേണ്ടി വരും. ഈ കാര്യത്തിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ വിലത്തകർച്ച മൂലം കർഷക ദുരിതത്തിലാണ്, വരുമാന നഷ്ടം മൂലം കർഷക ദുരിതത്തിലാണ്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ജില്ലയിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായ സർക്കാർ നടപടി സ്വീകരിക്കണം. ഇവിടെ ഇടുക്കി കർഷകർക്ക് പാക്കേജ് 5000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. ഒരു ഇലക്ഷൻ പാക്കേജ് മാത്രമാണിത്, തട്ടിപ്പ് പാക്കേജ്. 5000 കോടി രൂപ പ്രഖ്യാപിച്ചു എന്ന് സർക്കാർ പറയുന്നതല്ലാതെ ആ പണം എങ്ങനെ കണ്ടെത്തുമെന്ന്, എങ്ങനെ ചെലവഴിക്കുമെന്ന് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ ബഡ്ജറ്റിൽ 1 രൂപ പോലും ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നില്ല. അതിനുശേഷം നിയമസഭയിൽ ഇക്കാര്യം വിമർശനത്തിന് വിധേയമായപ്പോഴാണ് ഇലക്ഷൻ പ്രമാണിച്ച് തട്ടിക്കൂട്ട് പാക്കേജ് എന്ന നിലയിൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പാക്കേജിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. മരണം നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഈ ഘട്ടത്തിലെങ്കിലും മനസ്സിലാക്കിയെന്ന് കരുതുകയാണ്. സർക്കാർ എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ആന്റണി, താങ്കളിലേക്ക് വരാൻ ഇനി സമയമില്ല. സൂപ്പർ പ്രൈം ടൈം ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.